സംഗതി അത് തന്നെയാണ് കേട്ടോ. ഇന്നാണ് നമ്മളെ മക്കൾ മലക്ക് പോണത്. അതിൻ്റെ ഇത്തിരി വിശേഷങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അനിയത്തിൻ്റെ പുതിയാപ്പിളയും 2 കുട്ടികളുമാണ് മാല ഇട്ടിട്ടുള്ളത്. അറിയാലോ, എല്ലാവർക്കും അറിയാം, നമ്മൾ ഫോട്ടോ ഒക്കെ ഇട്ടുന്നു കേട്ടോ. അപ്പോലൊക്കെ കന്നിസ്വാമികളാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ കെട്ടുകറ നടക്കുന്നത് എവിടെയാ വെച്ചാൽ വഴിക്കടവ് അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അത് നല്ലൊരു പേര് കേട്ട വലിയൊരു അമ്പലമാണ്. അപ്പോൾ ഇവിടേക്കാണ്, ഈ വഴിക്കടവുക്കാണ് നമ്മളെ ഇളച്ചൻ്റെ പെങ്ങളെ കെട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അവിടെ നിന്നാണ് ഇവരൊക്കെ മാല ഇട്ടത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പോകും വേണമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടേക്ക് വന്നത്. എല്ലാവരും ഇല്ല, ഞാനും കണ്ണനും കുഞ്ഞാറ്റയാണ് നേരത്തെ പോന്നിട്ടുള്ളത്. പെരച്ചക്കേ പോന്നിട്ടുള്ളത്. പിന്നെ അനിയത്തി അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോറിക്ഷയ്ക്ക് പോന്നു. ഇവിടെ എത്തിയപ്പോൾ നേരം 5-5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-3:30 പോന്നിട്ട് 5-5:30 ആയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പം. അങ്ങനെ ഇവിടെ എത്തിയ ആ ഒരു ഉടനെ തന്നെ പകുതിയിലേറും കെട്ടുക കഴിഞ്ഞ് നെയ്ത്തേങ്ങയും കാര്യങ്ങളൊക്കെ അറുത്ത് എല്ലാവരും കെട്ട് നിറക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടത്. അപ്പോൾ കെട്ടുനിറ അങ്ങനെ കുറേ ഓർമ്മകളാണ് എനിക്കൊക്കെ കുറേ ഓർമ്മകളാണ്. അവിടെ വയസ്സായ ആരെ കണ്ടാലും എൻ്റെ അച്ഛനമാർക്ക് തോന്നും. അങ്ങനെയാണുള്ളത്. അപ്പോൾ അവിടെ ഒരു ഗുരുസ്വാമി ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനെ കണ്ടപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാനവിടെ നോക്കി നിന്നിട്ടോ. അച്ഛൻ്റെ പോലെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് കണ്ണ് പോകുമ്പോഴല്ലേ കണ്ണിൻ്റെ ആ ഒരു കാഴ്ച ശക്തി എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ. ഈ ഒരു സീസണത്തെ മാല ഇടുന്ന കാലം, വൃശ്ചിക കാലം എന്ന് പറയുമ്പോഴൊക്കെ അച്ഛനെ വല്ലാതൊരു മിസ് ചെയ്യലാണ് ഭയങ്കരമായിട്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഒരുപാട് തങ്ങൾ വലിച്ച് കാര്യങ്ങളൊക്കെ നീട്ടണില്ല. നിങ്ങളെ നാട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ കൂടെ ഇങ്ങനെയാണ് കേട്ടോ. നെയ്ത്തേങ്ങ അറക്കലും അതേപോലെ തന്നെ കെട്ടേറിയും കാര്യങ്ങളും ശരണം വിളിയും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിയിലാണ് നമുക്കുള്ളിൽ കൂടെ വരിക. അത് കേൾക്കുമ്പോൾ ആർക്കും തകണ് കണ്ടില്ലൊന്ന് വെറുതെ അറിയാതെയും കൂടി വെള്ളം ചാടും. ആ മാതിരിയാണ് ആ വിളി ഉണ്ടാകുക. പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് പിന്നെ അങ്ങനെയാണ് നിൽക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു 9 മണി 8 മണി ആയപ്പോൾ ഓലെ കിട്ടുന്നറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കട്ടൻ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇത് കാരക്കോട് ദേവീക്ഷേത്രമാണ് കേട്ടോ. അപ്പം വലിയൊരു അമ്പലം തന്നെയാണ്. ഇവിടെ ഉത്സവം കാര്യങ്ങളൊക്കെ ഉണ്ടായാലുണ്ട്. അപ്പോൾ ഞാനിതുവരെ ഉത്സവത്തിനൊന്നും വന്നിട്ടില്ല. കുഞ്ഞാറ്റി ഉണ്ണിമോളൊക്കെ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട് വലിയൊരു ഉത്സവം തന്നെയാണ് അവിടെ ഉണ്ടാകൽ. അപ്പോൾ വഴിക്കടവാണ് അമ്പലം, മറക്കണ്ട. അപ്പോൾ അങ്ങനെ ഇവിടെ നല്ല വലിയൊരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൻ്റെ തൊട്ടടുത്താണ് അമ്പലം ഉള്ളത്. അപ്പോൾ വെയിൽ വന്നപ്പോഴുണ്ടല്ലോ എല്ലാവരും വെയിലത്തേക്ക് ഇങ്ങനെ നിൽക്കട്ടോ. നല്ല തണുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ വഴിക്കടവ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു തണുപ്പില്ല ഏരിയ ആണല്ലോ. അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ വെയിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ദക്ഷിണ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഒരു 9 മണിയാകുമ്പോഴത്തേന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദക്ഷിണ കൊടുക്കാം കേട്ടോ. അമ്മക്കും ഏക്കും അനിയത്തിക്കും എല്ലാവരും മൂത്തവർക്ക് കാരണവന്മാരായ സ്ഥാനത്ത് നിൽക്കണ എല്ലാവർക്കും ഇതാകണം ദക്ഷിണയും കാര്യങ്ങളൊക്കെ ശരണം വിളിച്ച് കൊടുക്കുകയാണ്. നെഞ്ച് പൊട്ടുമോ ചോദിച്ചാൽ ഇപ്പം പൊട്ടിച്ചാടുന്നില്ല ആ ഒരു രീതിക്കാട്ടോ ദക്ഷിണ വാങ്ങുക. കാരണം കുഞ്ഞു കുട്ടികളാവുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങാറാവും. അപ്പോൾ നല്ല സ്ഥലത്തേക്കാണ് പുണ്യസ്ഥലത്തേക്കാണ് പോണത്. എന്നാലും കൂടി ദക്ഷിണൊക്കെ തരുമ്പോൾ ശരണവിളിയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പൊട്ടൽ വരും കേട്ടോ. അപ്പം അങ്ങനെയാണുള്ളത്. അപ്പം അനിയത്തിക്ക് ഇതാക്കണം കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര സങ്കടമായി ഇത് കണ്ടപ്പോൾ. ഭയങ്കര സങ്കടം, കണ്ണിൽ വെള്ളം നിറഞ്ഞു സത്യം പറയുകയാണെങ്കിൽ. ഞാനാണെങ്കിൽ അധികം അങ്ങനെ ഇമോഷണൽ ആകാത്ത കൂട്ടത്തിലാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പിടിക്കാൻ കിട്ടൂല, ഞാൻ വിട്ടുപോകും. അപ്പോൾ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് പോകാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. അച്ഛൻ അമ്മമ്മ അവിടുത്തെ കാരണവന്മാർ ഗുരുസ്വാമികൾ എല്ലാവർക്കും കൊടുത്തിട്ടാണ് പോവുകയുള്ളൂ. പിന്നെ ഇതാക്കണ മക്കളിങ്ങനെ പോകുകയല്ലേ, ഭയങ്കര ഗതികേടാട്ടോ. മൂത്തവരെല്ലാവർക്കും കൊടുക്കും. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തത് ഇങ്ങനെ നിന്നു. നമുക്കിതൊക്കെ ഒരു ഓർമ്മയാണല്ലോ, മക്കൾ വലുതായാലും കാണാമല്ലോ. തണുപ്പ് അത് കഴിഞ്ഞിട്ടും തണുപ്പ് വിടണില്ലേന്ന് കേട്ടോ. അവിടെ ഇതാക്കണത് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. പുഴേൻ്റെ വക്കത്താണ് ഈ ഒരു അമ്പലം ഉള്ളത്. പിന്നെ പോകാനായിട്ട് കേട്ടോ.
പോകാനായാൽ പിന്നെ ഇത് നമ്മളെ കെട്ട് പിടിച്ചു കൊടുക്കണ ഇരുമുടി കെട്ട് പിടിച്ചു കൊടുക്കണ അമ്മമാരാവും കേട്ടോ. അല്ലെങ്കിൽ അമ്മമാരാണ് പൊതുവേ കെട്ട് പിടിച്ചു കൊടുക്കുക. അമ്മമാരില്ലെങ്കിൽ അമ്മൻ്റെ സ്ഥാനത്ത് ആരുള്ളത് ഓരാണ് കെട്ട് പിടിച്ചു കൊടുക്കുക. അപ്പോൾ അനിയത്തി പോയിട്ടുണ്ട് കെട്ട് പിടിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും ഇതാ കെട്ട് പിടിച്ചു കൊടുത്തു. അമ്മമാർക്കാണ് ലാസ്റ്റ് ഇതാക്കണ ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് പിന്നെ ഈ ഒരു കെട്ട് പിടിച്ചെടുക്കണ്ടല്ലോ. അതും ഭയങ്കരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. നല്ല പ്രാർത്ഥനയോട് കൂടി ഇതാക്കണം. ഈ ഒരു 30 നോലുമ്പ് 31 41 വേണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമുക്ക് ഇതാക്കണം 30ഉം 31ഉം ഒക്കെ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പ് പറഞ്ഞാൽ ഈ ഒരു കാലത്ത് നല്ല തണുപ്പാണ്. ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കൊല്ലത്തിൽ തന്നെ നല്ല തണുപ്പാണുള്ളത്. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് മക്കൾ പോയി വരട്ടെ. ഇപ്പോൾ 2 വണ്ടിയാണുള്ളത്. ഒന്ന് ഇതാ ട്രാവലർ ഉണ്ട്, പിന്നെ ഒരു ബസ്സാണുള്ളത്. അങ്ങനെ ഇവിടെ ഇതാകണം കുറേ കുട്ടി സ്വാമിമാരുണ്ടായിരുന്നുണ്ട്. കന്നിസ്വാമിമാരും മറ്റേ മാളികപ്പുറത്തമ്മമാരാണുള്ളത്. അതുപോലെ ചന്ദനം ചാർത്തുന്ന പരിപാടിയാണ്. അങ്ങനെ ഇതാക്കണ തേങ്ങ അടിച്ചിട്ട് വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി ഇതാകണം എവിടെയും തട്ടുമുട്ടൊന്നും ഇല്ലാതെ നല്ല രീതിക്കൊന്ന് പോയി വന്നാലാണ് ഒരു സമാധാനം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇവരിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളും ഇറങ്ങായി. പിന്നെ ഇവിടെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പം വണ്ടിയിൽ കെട്ടിയിട്ട് ഇതാ യാത്രയൊക്കെ പറയണ ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ മക്കൾ ആദ്യമായിട്ട് പോകണോണ്ടും തന്നെ എനിക്കും ബേജാറുണ്ട്, അമ്മക്കും ബേജാറുണ്ട്, അനിയത്തിക്കും എല്ലാവർക്കും ബേജാറുണ്ട്. ആദ്യമായിട്ടാണല്ലോ. അപ്പം അങ്ങനെ കാര്യപ്പെട്ട എല്ലാവരും ഉണ്ട്, കുടുംബം കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. എന്നാലും ഭയങ്കര ഒരു ഇടങ്ങേറുണ്ടായിരുന്നു. പോയി വരട്ടെ അല്ലേ, നല്ല ഉഷാറായി അടിപൊളിയായിട്ട് മലക്ക് ചവിട്ടി കയറാനായിട്ട് കഴിയട്ടെ. തിരക്കിലൊന്നും പെടാതെ നല്ലപോലെ ഒന്ന് പോയി വരട്ടെ. എല്ലാവരും ഇതാകണത് അവനാൻ്റെ മക്കളതാണ് യാത്ര പറയുന്ന ആ ഒരു ഇതിലാണ് ഉള്ളത്. ഞങ്ങളും തന്നെ ഞാനും കുറച്ച് നേരം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും മുഖത്തും ഇതാക്കണം ആ ഒരു സങ്കടഭാവം ഉണ്ടായിരുന്നു കേട്ടോ. മക്കളെ മുഖത്താണെങ്കിലും ഇവിടെ വണ്ടീൻ്റെ പുറത്ത് നിൽക്കണവരുടെ മുഖത്താണെങ്കിലും ഒരു സങ്കടഭാവമായിരുന്നു. പക്ഷെ നല്ലൊരു പുണ്യസ്ഥലത്തേക്കാണല്ലോ പോണത്. നമ്മളെ ഈ ഒരു പെൺകുട്ടികൾക്കൊക്കെ ഈ ഒരു ചെറുപ്പത്തിലാണല്ലോ ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാകുക. അപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പം പിന്നെ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് പീരീഡ്സിൻ്റെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അതിന് കഴിയുള്ളൂ. അപ്പം അങ്ങനെ പോകാനേ കഴിയുള്ളൂ. അപ്പോൾ ചെറുപ്പത്തിൽ എല്ലാ മക്കളൊക്കെ പെൺകുട്ടികളൊക്കെ പോയി വരട്ടെ. അപ്പം ഞാനും പോയിട്ടുണ്ട്, 4ാം ക്ലാസ്സിൽ നിന്ന് ഞാനും പോയിട്ടുണ്ട് കേട്ടോ. അനിയത്തി പോയിട്ടുണ്ട്, നമ്മളെ ഉണ്ണിമോള് പോയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാറ്റൊക്കെ ആകുമ്പോഴത്തേനും കൊറോണ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഇതിലായിരുന്നു ഓൾക്ക് 4ാം ക്ലാസ്. അതുകൊണ്ട് ഓൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ, പോയതൊക്കെ നല്ലപോലെ ഓർമ്മ ഉണ്ട്. മല ചവിട്ടിയത് ഓർമ്മ ഉണ്ട്, എല്ലാതും ഓർമ്മ ഉണ്ട്. ഒന്നും മാഞ്ഞിട്ടില്ല. 4ാം ക്ലാസ്സിലാണെങ്കിലും ഒന്നും മാഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം സന്തോഷമാണ്. അതൊക്കെ അച്ഛൻ കൊണ്ടുപോയതാണ് കേട്ടോ. എല്ലാവരും അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് പോകാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. കുടുംബത്തിലെ എല്ലാ പെൺകുട്ടികളും അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗ്യം കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്, ഓർമ്മകളുണ്ട്. അപ്പം അങ്ങനെ ഇതാക്കണ് ആ ഒരു പരിപാടി കഴിഞ്ഞ് എല്ലാവരും യാത്രയാക്കിയിട്ട് ഞങ്ങളും തിരിച്ചു പോന്നു. പിന്നെ പോരുന്ന വഴിക്കുന്ന ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടോ. മസാലദോശ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ മസാലദോശ മസ്റ്റാണ്. അങ്ങനെ ചായ കുടിച്ചു. അപ്പോൾ ഇന്നും കൂടി അമ്മ ഇതാക്കണം അവിടെ അനിയത്തിൻ്റെ അവിടെ വിരുന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇറക്കിയിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. മൂപ്പര് ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ വരുമ്പോൾ തന്നെ ഈ കാര്യപരിപാടികളൊക്കെ കഴിയണം. അതിൽ ചോറ് വേഗം വെള്ളം വെച്ചിട്ട് അരിയിട്ടും ഇനിയിപ്പോൾ സാമ്പാർ വെക്കട്ടെ കേട്ടോ. ചെറിയൊരു സാമ്പാർ വെക്കട്ടെ. പിന്നെ ഇതാക്കണ് പോത്തിലില്ല കാടി വെക്കണം, അടിച്ചു വരണം, തുടക്കണം. ഇത്ര കഷ്ണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു അവിയലും കൂടി ഉണ്ടാക്കാം. പിന്നെയാണ് ആലോചിച്ചത് തേങ്ങ ഇല്ലല്ലോ എന്നുള്ളത് കേട്ടോ. തേങ്ങക്ക് നല്ല പഞ്ചാണ് ഇവിടെ. അപ്പം നമുക്ക് സ്വന്തമായിട്ട് തെങ്ങുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണെങ്കിൽ അടക്കൻ്റെ അത്രേ ഉള്ളൂ ആ ഒരു തേങ്ങ. അപ്പോൾ അതിനോട് ഏതായാലും ആ ഒരു കഷ്ണം എടുത്ത് വെക്കട്ടെ. പീടിയെന്നെങ്കിലും ഒരു തേങ്ങ വാങ്ങിയിട്ട് ഒരു അവിയൽ ഉണ്ടാക്കണം. പിന്നെ തൈരും ഇല്ല. അപ്പം ഇന്ന് വെക്കണ്ട, നാളെ മറ്റന്നാളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കാലിനും കയ്യിനും നേരെ ഒരു ഒടുക്കല്ലാത്തൊരു പണിയായിരുന്നു കേട്ടോ. ഭയങ്കര പണിയായിരുന്നു ഉള്ളത്. അങ്ങനെ സാമ്പാറായിട്ടുണ്ട്, നല്ല അടിപൊളി സാമ്പാറായിട്ടുണ്ട്. അതൊന്ന് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ബാക്കി പരിപാടികൾ ഇതാക്കണ ഞാൻ എടുക്കുന്നുണ്ട്. മക്കൾ ഇതാക്കണം അടിച്ചു വരലും തുടക്കലും അതുപോലെ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ചോറ് വന്നിട്ടുണ്ട്, വലിയ കുടുക്കയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാത്രി വെക്കാൻ നിൽക്കണ്ടല്ലോ.
അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതാക്കണം, സാമ്പാറായി, നല്ല പരിപ്പൊക്കെ സാമ്പാറായി. ഇതിപ്പോൾ ഇന്നലത്തെ ഉണക്കമീനാണ് കേട്ടോ, അത് കളഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ് ചപ്പാത്തിയും നമ്മളെ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചെന്ന് രാത്രി തന്നെ കേട്ടോ, പോണേൻ്റെ മുന്നേ. അപ്പോൾ അത് ഇത്തിരി ഉണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര തന്നെയാണ് പണിയെടുത്തത്. അപ്പം ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേനും സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇന്ന് ഇരിക്കാമല്ലോ. അല്ലെങ്കിൽ ഇരുന്നിട്ട് കാര്യമല്ല, നമുക്ക് പോത്തിനെയും കൊണ്ട് പോകണം. ഒരു 3-3:30 ആകുമ്പോഴത്തേനും പോത്തിനെ കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ ഇതാക്കണം, അടിച്ചു വാരലും തുടക്കലും ഇതാക്കണം, എവിടെയോ എത്തിയിട്ടുണ്ട്. അടിച്ചു വാരടി എന്ന് പറഞ്ഞാൽ 150 ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഓൾക്ക് തോന്നിയാലേ അടിച്ചു വാരുള്ളൂ, തുടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ശീലാക്കിയിട്ട് കാര്യമല്ല. മക്കളാണ്, പെൺകുട്ടികളാണ്, എല്ലാ പണികളും എടുക്കണം. അപ്പോൾ ഒരാളോട് അടിച്ചു വരാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് തല ചീകണതാ. ആ നേരത്താന്ന് തോന്നുന്നു പേങ്ക അടിച്ചത്. അപ്പോൾ വേഗം ഇരുന്നിട്ട് തല ചീകയാണ് മൂപ്പത്തിക്ക് പണി. മറ്റോളത് എവിടെയൊക്കെയോ ഉണ്ട് തോന്നുന്നുണ്ട്. സോറി, മറ്റോൾ ഇവിടെ ഇല്ല കേട്ടോ, ഓക്ക് ഇന്ന് പരീക്ഷ ഉണ്ട്, അതുകൊണ്ട് ഓള് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വിധം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത കാണുന്ന ബെൽബട്ടൺ നോക്കിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കാം. പിന്നെ കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കണ്ട. ലൈക്കും കൂടി ചെയ്തു, പിന്നെ ഹൈപ്പും കൂടി ചെയ്യാം. ബൈ ബൈ.